ഗോപൻ സ്വാമി മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. രാമേശ്വരത്തോ തിരുവണ്ണാമലയിലോ മറ്റോ ഒളിവിൽ കഴിയുകയായിരിക്കും. 2 വർഷം കഴിഞ്ഞ് ജീവസമാധിയിൽ നിന്നും ഉണർന്നു വന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാനുള്ള എന്തോ തട്ടിക്കൂട്ട് പണിയാണിത്. കേരളത്തിൽ വിലസുന്ന പല ആൾ ദൈവങ്ങളും ഇങ്ങനെയുള്ള പല അഭ്യാസങ്ങളും കാട്ടി രക്ഷപ്പെട്ടവരാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് DNA ന്യൂസിൻ്റെ അഭിപ്രായമല്ല. ഇന്ന് രാവിലെ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത ഒരു ന്യൂസിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു ഡോക്ടർ ഷാജിയുടെ മറുപടിയാണ്. ഈ സംഭവം എന്ന് പറയുന്നത് ഈ കേരളത്തിനകത്ത് കേട്ട് കേൾവില്ലാത്തൊരു സംഭവമാണ്. അയാൾ അവിടെ നിന്ന് നടന്നു വന്ന് ഇവിടെ വന്നിരുന്നതിന് ശേഷം ആത്മാവ് ഇങ്ങനെ പുറത്തു പോകുന്നത് അയാൾ കണ്ടെന്നു. അതിനുശേഷം സ്ലാബ് എടുത്തിട്ട് അടച്ചെന്നാണ് പറയുന്നത്. സ്വാമി എന്ന് പറയുന്ന ഈ ഗോപൻ സ്വാമിയെ സ്ഥിരമായിട്ട് മക്കൾ ഉപദ്രവിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും ശാസ്ത്രലോകം ഇത്രയും പുരോഗമനം വഹിച്ചതിന് ശേഷവും യുക്തിപരമായ ഒരു ചിന്താഗതിയിലല്ല ഈ മരണം അടക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ആരുടെ ഈ ചുറ്റുപാടുള്ള ഒറ്റ മനുഷ്യർ ഇവർക്ക് സഹകരണമില്ല. എന്നുവെച്ചാൽ ഒരാൾ പറയണത് അച്ഛൻ സമാധിയായി, ഒരാൾ പറയണത് അച്ഛൻ മരണപ്പെട്ടു. അപ്പം രണ്ടിലും രണ്ട് സംസാരത്തിൽ വ്യത്യാസമില്ലേ? ദുരൂഹതയാണല്ലോ. അതിൽ തന്നെ നമുക്കറിയാം ജീവനോടെ അയാൾ സ്ലാബിട്ട് മൂടി എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഈ ഗോപൻ സ്വാമിയെ സ്ഥിരമായിട്ട് മക്കൾ ഉപദ്രവിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കും സംശയമുണ്ട്. അവർ പറയുന്നത് അടിച്ചു കൊന്നുകൊണ്ടിരുത്തി എന്നാണ് പറയുന്നത്. അയാൾ അങ്ങനെ നടന്നു വരത്തക്ക ഒരു ആരോഗ്യസ്ഥിതിയുള്ള മനുഷ്യനല്ല എന്നാണ് പറയുന്നത്. അയാൾ സ്വാമിയായത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. അയാൾ ആറാൽമൂട് മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയാണ്, BMSൻ്റെ ചുമട്ടുതൊഴിലാളിയാണ്. അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു. നേരത്തെ താമസിച്ചിരുന്നിടത്ത് വെച്ചൊരു മകൻ മരിക്കുകയും അതിന് സമാനമായ രീതിയിൽ ഈ ഗോപസ്വാമി തന്നെ അതിനെ സമാധി എന്നുള്ള രീതിയിൽ ഇരുത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന നാട്ടുകാർ വിലക്കുകയും അത് പിന്നെ വീട്ടിനകത്ത് തന്നെ കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിറ്റിട്ടാണ് അയാൾ ഇവിടെ താമസത്തിന് വന്നത്. ഇവിടെ താമസത്തിന് വന്ന് ഇതൊക്കെ വാങ്ങിച്ച് സ്വന്തമായിട്ട് തന്നെ കോവിലൊക്കെ ഉണ്ടാക്കി അതിനകത്ത് നാട്ടുകാർക്കൊന്നും പ്രവേശനമില്ല, നാട്ടുകാർ പോവുകയില്ല. 2 മക്കളും അവരുടെ ഭാര്യയും അവരുടെ മരുമകളുമായിട്ട് ഇവിടെ തന്നെ താമസം. അപ്പോൾ ഇവരെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ സമാധി ഇങ്ങനെ നടത്തിയത് ആയിരിക്കും. കാരണം അവരങ്ങനെ പറയല്ലേ, അങ്ങനെയാണ്. ഇന്നലെ വന്ന സർക്കിളിൻ്റെ അടുത്ത് നേരിട്ട് ഒരു മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. അച്ഛൻ നടന്നു വന്നതാണെന്നും അച്ഛൻ നടന്നു വന്ന് അതിനകത്ത് ഇരുന്നതാണെന്നും ജീവൻ പോകുന്നത് എനിക്ക് കാണാമെന്നും ഞാൻ അതോടുകൂടി സ്ലാബിട്ട് മൂടിയെന്നും അയാൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് കൊലപാതകമാണെന്നുള്ള മനസ്സിലാവും. നമുക്കിത് അയാൾ അറസ്റ്റ് ചെയ്യണമെന്നോ അയാൾ സമാധിയെ ഇല്ലാതാക്കണമെന്നൊന്നുമില്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്തോന്ന്, നിജസ്ഥിതി എന്തോന്നുള്ളത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതേ നമുക്കുള്ളൂ. അല്ലാതെ ഒരാളെ ജയിലിലേക്ക് അയക്കണം എന്നുള്ള നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, അതിലൊന്നും നമുക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള ഈ ദുരൂഹത മാറ്റിക്കിട്ടണം. മരണത്തിൽ ദുരൂഹത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഇത്രയും ശാസ്ത്രലോകം ഇത്രയും പുരോഗമനം വഹിച്ചതിന് ശേഷവും യുക്തിപരമായ ഒരു ചിന്താഗതിയിലല്ല ഈ മരണം അടക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവൻ അദ്ദേഹം തന്നെ കാണുന്നുണ്ട്, പോകുന്നുണ്ടെന്ന്. അപ്പോഴി തന്നെ മകനോട് ആവശ്യപ്പെടുകയും മകൻ അടക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇത് ദുരൂഹത മരണമാണെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മരണത്തിലുള്ള മറ്റു കാര്യകാരണങ്ങൾ മുഴുവനും വെളിപ്പെടുത്തുക എന്നുള്ളതും ഇത് തിരിച്ചറിയുക എന്നുള്ളതും ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്.
ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരും മറ്റു മീഡിയ ചാനലുകളും എല്ലാം ഇത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ദുരൂഹത കെട്ടഴിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോഴേ ഈ കൗൺസിലറാണ് വിളിച്ച് പറയണത്, ചേച്ചി നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു മരണം നടന്ന് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല, എൻ്റെ ഭാര്യ എൻ്റെ കൂടി കമ്പനി വന്ന് പറയണത് ഇതൊക്കെ ഈ മണിസ്വാമി മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ ഇവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ആരുടെ ഈ ചുറ്റുപാടുള്ള ഒറ്റ മനുഷ്യർ ഇവർക്ക് സഹകരണമില്ല. ഭാര്യ ഇല്ലേടി, ഭാര്യക്ക് പറഞ്ഞൂടെ മക്കൾ അങ്ങനെ ചെയ്തുകൂടാന്നത്. അയാളെ ഭാര്യ ഇരിക്കല്ലേണ് മല പോലെ. അവളെ ആദ്യം കൊല്ലണം, അവളെ കൊല്ലണം. കല്ലിയെ ഇയാളെങ്ങനെ ചെയ്തോണ്ട് മക്കളല്ലെങ്കിൽ മക്കളെ ഗവൺമെന്റിൽ അറിയിച്ചിട്ട് മക്കളെന്തിനോ ചെയ്യും. അതൊരു ഇതാണ്. ഇതല്ലെങ്കിൽ അമ്മ ഇരിക്കുന്നു, അമ്മ എന്തിനാണ് കാര്യം അവക്ക് പറഞ്ഞൂടെ. അവക്ക് അപ്പോഴും അവക്ക് എന്തിനോ വൈരിയൊക്കെ അയാളെ കൊല്ലാനായിട്ടുള്ളത് നടപടി. ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, കളക്ടറെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കളക്ടർ വന്നിട്ട് ഇതിനെ എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ പിന്നിൽ എന്തായാലും നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്.